ഇതൊക്കെയാണ് നമുക്ക് വേണ്ട. ആദ്യം തന്നെ കേക്കിന് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എന്താ വേണ്ടതെന്ന് നോക്കാം. 1/2 കപ്പ് ഡേറ്റ്സ് കുരു കളഞ്ഞത്, പിന്നെ ഒരു 1/4 കപ്പ് ചെറി, 1/2 കപ്പ് റേസിൻസ്, ബ്ലാക്ക് റേസിൻസ് ആണ് ഞാൻ എടുത്തത്, പിന്നെ 1/2 കപ്പ് കാഷ്യൂനട്ട്, പിന്നെ 2 ഓറഞ്ചും 2 നാരങ്ങയും അതിൻ്റെ രണ്ടിൻ്റെ തോല് നന്നായിട്ട് സോപ്പിടാതെ സ്ക്രബ്ബർ വെച്ച് കഴുകി തുടച്ച് ഉണക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇനി ആ ഓറഞ്ചിൻ്റെ തോല് നമ്മൾ പതുക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ വെള്ളഭാഗം വരരുത്. വെള്ളഭാഗം വന്നാൽ കയ്പ്പ് വരും കേക്കിന്. അപ്പം അതിൻ്റെ ഓറഞ്ച് ഭാഗം മാത്രം ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുമ്പം. എന്നിട്ട് ഓറഞ്ച് ഭാഗം മാത്രം മതി, നമുക്ക് വളരെ കുറച്ച് ഭാഗം മാത്രം മതി കേക്കിന് നല്ല ഫ്ലേവർ കിട്ടാനായിട്ട്. അപ്പോൾ ഓറഞ്ചും 2 പീൽ ചെയ്തെടുത്തു, അതുപോലെ നാരങ്ങ 2 പീൽ ചെയ്തെടുത്തു. അപ്പം നമുക്ക് കിട്ടുന്ന ഇത്രയാണ്. ഇത് മതി നമുക്ക്, ഇത് തന്നെ ധാരാളമാണ്. ഇനി വേണ്ടത് ആ ഓറഞ്ചിൻ്റെ തോല് കളഞ്ഞ് അല്ലികൾ എടുത്തിട്ട് അല്ലികൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. കൈ കൊണ്ട് തന്നെ, വെള്ളമൊന്നും ചേർക്കരുത്, നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. വെള്ളം ചേർക്കാതെ തന്നെ അത് പെട്ടെന്ന് അലിഞ്ഞു വരും. എന്നിട്ട് നല്ല അരിപ്പയിൽ കൂടെ അത് അരിച്ചെടുക്കണം. അതിൻ്റെ ജ്യൂസ് മാത്രം നമുക്ക് മതി. അരിച്ചതിന് ശേഷം ഒന്നും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കാം. ആ ഓറഞ്ചിൻ്റെ സത്തുകൾ ഒന്നുകൂടെ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമ്മൾ കുറച്ച് ഒരു 1-2 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ പിഴിഞ്ഞെടുക്കാവുന്നതാണ്. അധികം വെള്ളം ചേർക്കരുത്. മൊത്തത്തിൽ നമുക്ക് ജ്യൂസ് ഒരു 1/2 കപ്പ് മതി. ഇതാ ഞാൻ രണ്ടാമത് ഒന്നുകൂടി 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ സത്ത് ഒന്നുകൂടെ എടുക്കുവാണേ. അപ്പോൾ ഞാൻ എന്നിട്ട് കപ്പിലേക്ക് മാറ്റി നോക്കിയപ്പോൾ അത് 1/2 കപ്പും 1 ടേബിൾ സ്പൂണും കൂടെ വരുമായിരിക്കും, കുഴപ്പമില്ല. എന്നാലും ഒരു ഫുൾ കപ്പൊന്നും ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് മാറ്റി വെച്ച് ഇത്രയാണുള്ളത്. ഇനി ഞാൻ പാൻ വെക്കുവാണ് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് ഷുഗർ ഇടുന്നുണ്ട്. സ്റ്റവ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി അതിൻ്റെ അത് നമ്മളെപ്പോൾ ഇളക്കാനൊന്നും പോകണ്ട. അതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ബ്രൗൺ കളറായി വരുമ്പോൾ മാത്രം നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. അപ്പം ഇളക്കം കൊടുക്കുന്ന സമയത്ത് പിന്നെ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി മുകളിൽ നിന്ന് നല്ലതായിട്ട് പതയായിട്ട് പതഞ്ഞ് പൊങ്ങി വരും. എന്നിട്ട് കളറും മണമൊക്കെ മാറി വരും. ഒരുപാട് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ കേക്ക് കഴിച്ചു പോകും. കേക്കിന് ആ കയ്പ്പ് വരും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം, കരിയാതെ തന്നെ എടുക്കണം. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് 1 ടീസ്പൂൺ നാരങ്ങ നീര് അതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് പിന്നെ സ്റ്റൗ ഞാൻ ഒന്നും കൂടെ ഓൺ ചെയ്യുന്നുണ്ട്. സ്റ്റൗ ഓൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഞാൻ ആ ഓറഞ്ചിൻ്റെയും നാരങ്ങയുടെയും പീലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കണം. മുന്തിരിങ്ങയും ഡേറ്റ്സും മാത്രം, ചെറിയ നട്ട്സ് ഇടുന്നില്ല ഇപ്പോൾ. മുന്തിരിങ്ങയും ഡേറ്റ്സും മാത്രം ഇട്ട് ഒഴിച്ചു കൊടുത്തു. ഓറഞ്ചിൻ്റെ നീരും കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഓറഞ്ചിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി ആ ഓറഞ്ച് ജ്യൂസിലും കാരമലിലും കിടന്ന് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നന്നായി വറ്റി വരും. അതുവരെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെക്കണ്ട, നന്നായി വറ്റിച്ചെടുക്കാനുള്ളതാണല്ലോ. പെട്ടെന്ന് തന്നെ വറ്റി കിട്ടും. കണ്ടോ, നന്നായിട്ട് വറ്റി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി അതവിടെ മാറ്റി വെക്കണം. അത് മാറ്റി വെച്ചിട്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാനായിട്ട് നോക്കണം. അപ്പം അതിന് മുമ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പം ഞാനാണെങ്കിൽ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇപ്പോൾ എടുക്കുന്നത്. കാരണം 1/4 കപ്പ് കാരമലൈസ് ചെയ്യാൻ എടുത്തു, 1/2 കപ്പ് ഇതിലും എടുക്കുന്നുണ്ട്. അപ്പം ടോട്ടൽ 1/4 കപ്പാണ് എടുക്കുന്നത്. പഞ്ചസാര ഇത്ര വേണ്ടെന്നുള്ളവർക്ക് കുറച്ച് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ഗ്രാമ്പു ഇടുന്നുണ്ട്. ഇതൊക്കെ ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അകത്ത് തന്നെ 5-6 ഗ്രാമ്പു ഇടുന്നുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ച ജാതിക്കപ്പൊടി ഉണ്ട്. അതൊരു 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. 1/2 ടീസ്പൂണോളം ജാതിക്കപ്പൊടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചു കൊണ്ടുവരണം ഈ പഞ്ചസാര. ഈ മസാലകളും കൂടെ ചേരുമ്പോൾ നല്ലൊരു മണമായിരിക്കും അതിന്. നന്നായിട്ട് പൊടിച്ചു കൊണ്ടുവന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുകയാണ്. അതിന് ഞാൻ എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പം ഒരു 2 ടേബിൾ സ്പൂൺ ആണ് ഞാൻ മിൽക്ക് പൗഡർ എടുക്കും. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും എടുക്കും. ബാക്കിയാണ് മൈദ ഇടുന്നത് ഒരു കപ്പിലേക്ക് എടുക്കുമ്പോൾ. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ഇപ്പോൾ ഇങ്ങനെ മാറി കിട്ടും. ബാക്കിയാണ് ഇനി മൈദ വരുന്നത്. ഇനി ഇത് ഇല്ലാത്തവർക്ക് മൈദ മാത്രം എടുത്താലും മതി കേട്ടോ. ആ സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇത് ഞാനിനി കറക്റ്റ് 1 കപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു കപ്പിലേക്ക് തന്നെ മാറ്റിയിട്ട് ഇനി ബാക്കി ഭാഗം മൈദ കൊണ്ട് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. മൈദ പ്രസ് ചെയ്തൊന്നും ചെയ്യരുത്, ലൂസായിട്ട് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടോ, ഞാൻ വടിച്ചെടുത്തിട്ടുണ്ട് 1 കപ്പ് മൈദ. അതിൽ നിന്നും കുറച്ച് ഞാൻ മാറ്റി വെച്ചു, 1 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ട് അതിലേക്ക് നട്ട്സും നമ്മുടെ ചെറിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാം കൂടി അത് ഫ്രൂട്ട്സ് മൊത്തം അടിയിൽ പോയിരിക്കും കേക്കിൻ്റെ.
ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും സ്പ്രെഡായിട്ട് കിടന്നോളും. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വീണ്ടും എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണാണ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ്. ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും, പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇനി അത് അരിച്ചെടുക്കുവാണേ. ഒരു 3 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് അരിച്ചെടുക്കണം. എന്നാലേ ഇതെല്ലാം കൂടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപ്പും മൈദയെല്ലാം എല്ലാ ഭാഗത്തും വരുള്ളൂ. ഇനി ഞാനൊരു 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് എടുക്കുന്നത്. എന്നിട്ട് ആ ബട്ടറിൻ്റെ പേപ്പർ എടുത്തിട്ട് ഞാൻ ആ ട്രേയും കൂടെ 7 ഇഞ്ചിൻ്റെ ട്രേ ആണേ, ആ ട്രേയും കൂടെ ഒന്ന് ഗ്രീസ് ചെയ്ത് അവിടെ മാറ്റി വെച്ചു. എന്നിട്ട് അതിലേക്ക് ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ബട്ടർ പേപ്പർ കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയൊക്കെ ആയി, എന്നാലും കുഴപ്പമില്ലാതെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ നോക്കുമ്പോൾ തീരാറായിരുന്നു, അപ്പം കട്ട് ചെയ്ത് വന്നപ്പോൾ ഈ ഷേപ്പൊക്കെ ആയി. ഇനി ഞാൻ ബട്ടർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണേ. ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാനതൊരു 2-3 മിനിറ്റ് ബീറ്റ് ചെയ്തു, ജസ്റ്റ് യെല്ലോ കളർ മാറി വരുന്നത് വരെ. അതിന് ശേഷം ഷുഗറും കൂടെ ആഡ് ചെയ്തു. ഷുഗർ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാവൂ, ഒന്നിച്ചിട്ട് കൊടുക്കരുത്. കുറേശ്ശെ ആഡ് ചെയ്ത് കുറച്ച് നേരം നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നല്ല മിക്സായി വരണം, സോഫ്റ്റായിട്ട് വരും. കണ്ടോ, അതൊരു 3-4 മിനിറ്റ് ചെയ്തു. ഇനി മുട്ട പൊട്ടിച്ചുകൂടി. കാരണം മുട്ട ഒന്ന് വേറെ ഒരു ബൗളിൽ മാറ്റി വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ കേടുള്ള മുട്ട ഉണ്ടെങ്കിൽ നമ്മുടെ മിക്സ് അത്രയും വേസ്റ്റ് ആവും. അപ്പോൾ ആദ്യം ഒന്ന് ഒരു ബൗളിൽ മുട്ട മാറ്റി വെച്ചിട്ട് ഓരോരോ മുട്ടയുടെ ഇട്ട് കൊടുത്തിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ 2 മുട്ടയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മണം പോകാൻ വേണ്ടിയിട്ട് വാനില എസൻസ് ഒരു 1/4 ടീസ്പൂൺ ഇടുന്നുണ്ട്, ടീസ്പൂണാണ്. എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്യണം ഒരു 2-3 മിനിറ്റ്. അപ്പോൾ ഇത് ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് മിക്സ് ചെയ്യാൻ പോണത്. മൈദ പതുക്കെ ഇട്ട് കൊടുത്ത് ഇതുപോലെ വിസ്ക് കൊണ്ട് മാത്രം ഇളക്കി കൊടുക്കാവൂ. ഒരുപാട് ഇളക്കി വൃത്തികേടാക്കരുത്. അത് കണ്ടോ, അതിന് ടെക്സ്ചർ മാറരുത്. പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും ഇങ്ങനെ കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുമ്പം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടാം, അതിൻ്റെ ഫ്രൂട്ട്സൊക്കെ ഇടാം. ഫ്രൂട്ട്സ് എല്ലാം ഇട്ടു. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും ചെറിയും അതും കൂടി ഇട്ട് കൊടുക്കാം. അത്രയേ ഉള്ളൂ. ഈ എത്ര ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കഴിഞ്ഞ് നമ്മളിനി ഒന്ന് സോഫ്റ്റായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് വെക്കണം. നമ്മുടെ കേക്ക് മിക്സിങ് റെഡിയായി. ഇനി ഞാൻ ലാസ്റ്റ് ഒന്ന് സ്പാറ്റില കൊണ്ട് നന്നായിട്ടൊന്ന് എല്ലാ സൈഡിൽ നിന്നും വടിച്ചെടുത്ത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മാറ്റി വെച്ചിരുന്ന 7 ഇഞ്ച് ട്രേയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ടെക്സ്ചർ ഇത് കറക്റ്റ് ടെക്സ്ചറാണ്, കാരണം ലൂസ് ആവരുത്. പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ ടെക്സ്ചർ തന്നെ ഇരിക്കണം. നല്ല അടിപൊളി പ്ലം കേക്കാണ് കേട്ടോ ഇത്. പിറ്റേ ദിവസം കഴിക്കണം. ഉണ്ടാക്കി അന്ന് തന്നെ കഴിക്കുന്നതിനേക്കാളും പിറ്റേ ദിവസം കഴിക്കുന്നതാണ് എനിക്ക് നല്ല ടേസ്റ്റ്. ഇത് ടാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഓൾറെഡി ഇപ്പോൾ എൻ്റെ ഓവൻ ഇപ്പോൾ ചൂടായിട്ടുണ്ട്, പ്രീഹീറ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് മുമ്പ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കാഷ്യൂനട്ട് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെറിയും കൂടെ എടുത്തിട്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് 2 മാത്രമേ ഇട്ടിട്ടുള്ളൂ. വേണമെങ്കിൽ ബദാമും ഒക്കെ ഇടാവുന്നതാണ്, പിസ്തയൊക്കെ ഇടാം. പക്ഷേ ഞാനിപ്പോൾ ഇത് 2 മാത്രം ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തു. ഓൾറെഡി കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. നമ്മുടെ കേക്ക് ഫുള്ള് ഫ്രൂട്ട്സാണ് ഇപ്പം. ഫ്രൂട്ട്സിൻ്റെ നല്ല മധുരവും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മധുരം കുറച്ചിടേണ്ടവർക്ക് 1/4 കപ്പ് എന്നുള്ളത് വേണമെങ്കിൽ കുറച്ച് 1/2 കപ്പാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഓവനിലേക്ക് എടുത്ത് വെക്കുകയാണ്. 30 മിനിറ്റാണ് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നത്. എൻ്റെ ഓവനിൽ 30 മിനിറ്റ് മതി. നിങ്ങളുടെ ഓവനിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും അതിൻ്റെ ടൈമിംഗ് ഒക്കെ. അപ്പോൾ എനിക്ക് ജസ്റ്റ് 30 മിനിറ്റ് ആയപ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് കുക്കായി വന്നു. 15 മിനിറ്റ് വരെ തുറന്ന് നോക്കാനേ പാടില്ല ഓവൻ. 20-25 മിനിറ്റ് കഴിഞ്ഞ് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി ഒന്ന് സ്ക്യൂർ ഇട്ട് കുത്തി നോക്കാവുന്നതാണ്. അല്ലെ 15 മിനിറ്റ് വരെ ഒന്നും ചെയ്യരുത് കേട്ടോ. 30 മിനിറ്റ് കഴിഞ്ഞ് പുറത്തെടുത്തപ്പോൾ നമ്മുടെ കേക്ക് കുത്തി നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒന്നും പറ്റി പിടിച്ചിട്ടില്ല സ്ക്യൂറിൽ. അടിപൊളി കേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു 2-3 മണിക്കൂർ നേരത്തേക്ക് ഇനി അത് മാറ്റി വെക്കണം. അതിപ്പം മുറിക്കാൻ പോകരുത്, നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം മുറിക്കുക. പിന്നെ ഈ കേക്ക് കട്ടിങ്ങിൽ ഞാൻ അത്ര എക്സ്പേർട്ട് അല്ലാത്തത് കൊണ്ട് അത് അത്ര നല്ല ഷേപ്പിലൊന്നും കിട്ടിയില്ല. പ്രത്യേകിച്ച് ഒരുപാട് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇരിക്കുന്നത് കൊണ്ട് അത് കറക്റ്റ് ഷേപ്പിലൊന്നും വരുന്നില്ലായിരുന്നു. എന്നാലും ഞാൻ ഒരുവിധം കട്ട് ചെയ്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നോക്കി നമ്മുടെ കേക്ക് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.